ഇതിൽ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഊരാങ്കലിന്റെ ആളുകളും കിഫ്കോന്റെ ആളുകളും ഉണ്ടായിരുന്നു. അവരോട് നിർമ്മാണം ഒരു കാരണവശാലും മന്ദഗതിയിലാവാൻ പറ്റില്ല എന്നുള്ള കർക്കശമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശം പാലിക്കും എന്നവർ ഉറപ്പു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിന്റെ ഒരു അവലോകന യോഗം വീണ്ടും വെക്കാനുള്ള നടപടികൾ എടുക്കുക. ഞങ്ങളോട് ആദ്യം 400-ലധികം വരുന്ന തൊഴിലാളികളിലേക്ക് അത് ചുരുങ്ങിയിരുന്നു, 500ഓളം വരുന്ന തൊഴിലാളികൾ. പിന്നെ അത് 900 ആയി. വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവരവർ നടത്തും. ഒരു കാരണവശാലും വർക്ക് പുറകോട്ട് പോകാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവലോകനം തിരുവനന്തപുരത്ത് ഞങ്ങൾ 3 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. അത് ഒരു 2.5-3 മണിക്കൂർ നീണ്ടുനിന്ന യോഗമായിരുന്നു. അതിൽ വെച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ തീരുമാനിച്ചു. അതിൽ ഒന്ന്, നമ്മുടെ വെള്ളവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന അഡീഷണൽ ഗവൺമെന്റിന്റെ സാങ്ഷൻ വേണ്ടതായിരിക്കുന്ന പ്രൊവിഷൻസ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ വീട് അവരാഗ്രഹിക്കുന്നതായിരിക്കുന്ന ലേഔട്ട് ഡിസൈനിങ്ങിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. പിന്നെ ലിസ്റ്റ് പൂർത്തീകരണവും വായ്പകളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യം, ഇത് 2 കാര്യങ്ങളും ഇനി പെൻഡിംഗ് ഉണ്ട്. ബാക്കിയുള്ള ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുത്തു കൊടുത്തു. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ ബാക്കി.